അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്നൊരു ടിപ്പാണ്. ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ചെയ്ത് വെക്കാവുന്ന കുറച്ച് ടിപ്സാണ്. ഞാനപ്പോൾ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല, വൈകിപ്പോയി, അതിൽ ക്ഷമിക്കുക. നമുക്ക് മഴക്കാലത്ത് ഉപകാരപ്പെടുന്ന, മഴക്കാലത്ത് എന്നല്ല എല്ലാ സമയത്തും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് കുറച്ച് നമുക്ക് കരുതി വെക്കാവുന്ന കാര്യങ്ങളുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ വേനൽക്കാലം കഴിയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞത്. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വറ്റൽമുളകൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പൂപ്പൽ വരും വറ്റൽമുളകില്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വറ്റൽമുളക് വാങ്ങിച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കിറ്റുകൾ ഉണ്ടല്ലോ, കിറ്റുകളിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ഏതിലാണ് നമുക്ക് വെക്കാൻ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതപ്പോൾ ചില ആളുകൾ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട്. അപ്പോൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ മോശമായി പോവാതിരിക്കും. ഇപ്പോൾ വെയില് ഇല്ല, വെയിലത്ത് വെച്ച് നമുക്ക് ചൂടാക്കാനുള്ള സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാങ്ങിച്ചിട്ട് നേരെ ആ പ്ലാസ്റ്റിക് കിറ്റിൽ നിന്ന് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റി, കൂടുതൽ ക്വാണ്ടിറ്റി ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴെയുള്ള തട്ടുണ്ടല്ലോ, നമ്മുടെ വെജിറ്റബിൾ ട്രേയുടെ മുകളിലുള്ള ആ തട്ടിലാണ് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു 6 മാസം വരെ ഇരുന്നാലും വറ്റൽമുളക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒട്ടും മോശമായി പോവാതെ, പൂപ്പലൊന്നും വരാതെ ഇരുന്നോളും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉണക്കമീനും ഉണക്ക ചെമ്മീനും ഒക്കെ വാങ്ങിക്കുമ്പോൾ, ഈ മഴക്കാലത്തോടടുത്ത് നമ്മൾ ഉണക്കമീനും ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഉണക്ക ചെമ്മീൻ അധികം ഉണങ്ങിയതായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉണങ്ങിയ ചെമ്മീനാണെങ്കിലും ഉണങ്ങാത്ത ചെമ്മീനാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിൽ പ്ലാസ്റ്റിക് കിറ്റിൽ, നമ്മൾ പുറമെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന വൈറ്റ് പ്ലാസ്റ്റിക് കിറ്റ് ഉണ്ടല്ലോ, കുറച്ച് ബലമുള്ള കിറ്റ്, അങ്ങനെയുള്ള കിറ്റുകളിലായിട്ട് എയർ ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടി വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ അതും ഉണക്ക ചെമ്മീനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതും ഈ വെജിറ്റബിൾ ട്രേയുടെ മുകൾ ഭാഗത്തായിട്ടാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലെ തട്ടിലാണ്, ഫ്രീസറിലല്ല. അത് ഉണക്ക ചെമ്മീനും ഉണക്ക മീനും എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ സൂക്ഷിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറമേ താമസിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലല്ല, കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിലും വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടാണെങ്കിലും അവിടെ സൂക്ഷിക്കാനാണെങ്കിലും ഇതുപോലെ തന്നെ എയർ ടൈറ്റ് കിറ്റുകളിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പല കറികളും ചെയ്യുമ്പോൾ പറയാറുണ്ട് പച്ചത്തേങ്ങ തന്നെ ഉപയോഗിക്കുക, പച്ചത്തേങ്ങ മാക്സിമം യൂസ് ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില കറികളിൽ നമ്മൾ പച്ചയല്ലാത്ത, അപ്പോൾ കുറച്ച് ഉണക്കായി തുടങ്ങിയ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പച്ചത്തേങ്ങയ്ക്കാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് കമന്റ്സ് വരാറുണ്ട്, ഈ പച്ചത്തേങ്ങ എങ്ങനെയാണോ സൂക്ഷിച്ച് വെക്കാറുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പച്ചത്തേങ്ങ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ നന്നായിട്ട് ചിരവിയിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലോ ചെറിയ ചെറിയ കിറ്റിലോ ആക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ സിപ്ലോക്ക് ബാഗ്സിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ, ഇപ്പോൾ ഉച്ചയ്ക്ക് കറിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഐസ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അല്ലെങ്കിൽ തലേ ദിവസം, ഇപ്പോൾ നമുക്ക് രാവിലെ കറി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ അതിൻ്റെ തണുപ്പ് കുറഞ്ഞു കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 6 മാസം വരെ പച്ചത്തേങ്ങ പച്ചയായിട്ട് തന്നെ സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കാം. അത് എപ്പോഴും എനിക്ക് മിക്കവാറും പുളിശ്ശേരി റെസിപ്പികൾക്കൊക്കെയാണ് ഇതുപോലെ കമന്റ്സ് വരിക, ചേച്ചി പച്ചത്തേങ്ങ എങ്ങനെയാണ് എപ്പോഴും കിട്ടുക, പച്ചത്തേങ്ങ എങ്ങനെ ചേർക്കും, അതിന് എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ ഈ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്ത് വെക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കണം, എന്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും കരുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാച്ചിലേഴ്സിന്, വീട്ടമ്മമാർക്കും മാത്രമല്ല എല്ലാവർക്കും ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ഒന്ന് പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചു വെക്കുക. നല്ല ജീരകം പൊടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ, എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടായാലേ പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെയിലുള്ള സമയത്താണെങ്കിൽ വെയിലിൽ വെച്ച് ചൂടാക്കി പൊടിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പാനിലൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. നമുക്കിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകപ്പൊടിയും കൂടി ചേർക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ജീരകപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ട് അതും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. പിന്നെ എപ്പോഴും നമ്മൾ മീൻ കറികളിൽ ചേർക്കുന്നതാണ് ഉലുവ പൊടിച്ചത്. അപ്പോൾ ഉലുവയാണെങ്കിലും ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഉലുവയും പൊടിച്ചെടുക്കുന്നത്. ആ കളർ മാറിപ്പോകരുത് ഉലുവയുടെ, അത് കളർ മാറാതെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, നന്നായിട്ട് പൊടിച്ചു വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കറികളിൽ ആഡ് ചെയ്യാം.
പിന്നെ ചേർക്കുന്നതാണ് പെരിഞ്ജീരകം. അതെനിക്ക് എപ്പോഴും കമന്റ്സ് വരാറുണ്ട്, ചേച്ചി പെരിഞ്ജീരകം പൊടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് വേഗം ചേർക്കാം, ഞങ്ങളോട് പറഞ്ഞാൽ വേഗം പറ്റില്ല എന്ന്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ 4 സാധനങ്ങളാണ് എപ്പോഴും പൊടിച്ചു വെക്കുന്നത്: ഏലക്ക, പെരിഞ്ജീരകം, ഉലുവ, അതുപോലെ തന്നെ നല്ല ജീരകം. ഇതെല്ലാം പൊടിച്ചു വെക്കും. പക്ഷെ പെരിഞ്ജീരകം ചൂടാക്കിയിട്ടല്ല പൊടിക്കുക, വെറുതെ പൊടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടിരുന്നോളും, മോശമായി പോവില്ല. പിന്നെ ഗരം മസാലപ്പൊടിയൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. അതൊക്കെ സമയമുള്ള ആളുകൾക്ക്, ഞാൻ സമയമില്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വേഗം റെഡിയാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സ്നാക്ക് വേഗം റെഡിയാക്കാം. ആ പർപ്പസിലാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ ഇതിനു മുൻപ് നമ്മുടെ പൊട്ടറ്റോ സമൂസ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ പലർക്കും ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ പുഴുങ്ങി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ. പിന്നെ നമുക്ക് നാളെയാണ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ തലേ ദിവസം പുഴുങ്ങി വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്നാക്സ് ആണെങ്കിലും മസാല ദോശയിലെ മസാലയുടെ ആ ഫില്ലിംഗ് ആണെങ്കിലും ഏതാണെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉറപ്പായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വന്നിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് എത്ര വിസിലാണോ നമ്മുടെ വീട്ടിലെ കുക്കറിൽ വേവുന്നത് അത്രയും വിസിൽ വരുത്തി കുക്ക് ചെയ്യുക. ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വെക്കുക, അടച്ചു വെക്കുക. അടുത്ത ദിവസം അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നമുക്ക് ഉടച്ചിട്ട്, ഉരുളക്കിഴങ്ങ് ഉടച്ച് ഉണ്ടാക്കുന്ന റെസിപ്പികളിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. ഇതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ട് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഉറപ്പായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസിൽ ആ ടേസ്റ്റ് ഡിഫറൻസും ടെക്സ്ചർ ഡിഫറൻസും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്ത ആളുകളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് കട്ട്ലറ്റിനാണെങ്കിലും സമൂസയ്ക്കാണെങ്കിലും ബോണ്ടി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എല്ലാം ആ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രേവി കൊഴുപ്പാവുന്നില്ല എന്ന് പറയാറുണ്ട്, തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അതിന് 2-3 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയത്. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സവാള വഴറ്റി ചേർക്കില്ല. സവാള വഴറ്റിയത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കറിക്ക്. പിന്നെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സവാള ഒന്നും വഴറ്റാതെ തന്നെ സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക. അരച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ മസാലകളൊക്കെ വഴറ്റുമ്പോൾ സാധാരണ സവാള മുറിച്ചിട്ട് വഴറ്റുന്നതിന് പകരം ഈ അരച്ച സവാള ചേർത്ത് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അപ്പോൾ 2 രീതിയിലും ചെയ്യാം. പിന്നെ കുക്കറിലാണ് കറികൾ വെക്കുന്നതെങ്കിൽ കുക്കറിൽ സവാള നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഈസി. വഴറ്റിയിട്ട് അരയ്ക്കുകയാണെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് വേഗം തന്നെ മാറിക്കിട്ടും. വഴറ്റാതെ അരച്ചിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാം നമുക്ക്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഇതുപോലെ എനിക്കൊരു വാട്സാപ്പ് വന്നിരുന്നു. ഇത്രയുള്ളൊരു ബോട്ടിൽ നെയ്യുടെ ഒരു ഇമേജും പിന്നെ ഒരു നമ്മുടെ മിക്സിയുടെ ജാറിൽ വെണ്ണയും എടുത്തു വെച്ചിരിക്കുന്ന ഇമേജ്, 2 ഇമേജുകളാണ് വാട്സാപ്പ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശോഭ ചേച്ചിയാണ് എനിക്ക് ഈ വാട്സാപ്പിൽ 2 ഇമേജുകളും അയച്ചു തന്നത്. എന്താണെന്ന് വെച്ചാൽ, ചേച്ചി വീട്ടിൽ വെണ്ണ എടുത്ത് നെയ്യാക്കിയ രീതിയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ വെണ്ണ എടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ആ വാട്സാപ്പിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി വെണ്ണ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അറിയാത്ത ആളുകൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ, എല്ലാവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി അതിൽ എഴുതിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി പാല് തിളപ്പിച്ചിട്ട് ചൂട് മാറി കഴിയുമ്പോഴത്തെ ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയിൽ പാലിൻ്റെ പാട കിട്ടും. ആ പാട എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അങ്ങനെ 3-4 ദിവസത്തെ പാട എടുത്ത് സ്റ്റോർ ചെയ്ത് ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുക. അതിനുശേഷം അത് സെയിം അത്രയും തന്നെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പാൽപ്പാട ഉണ്ടോ അത്രയും ക്വാണ്ടിറ്റി തന്നെ ഐസ് വാട്ടർ ചേർത്തിട്ട് മിക്സിയിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല പതഞ്ഞ് വെണ്ണ കിട്ടും. ആ വെണ്ണ ഉരുക്കിയിട്ട് നെയ്യാക്കിയ ഇമേജും അതുപോലെ തന്നെ ആ വെണ്ണയുടെ ഇമേജുമാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അത് കുറേ ആളുകൾക്ക് അറിയാമായിരിക്കും, കുറേ ആളുകൾക്ക് അറിയില്ലായിരിക്കും. നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പാട കിട്ടും, പാൽപ്പാട സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വെണ്ണയും നെയ്യും എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് നിങ്ങളും ഇതുപോലെ എനിക്ക് ഷെയർ ചെയ്ത് തരൂ, ഞാനത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക്
നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാന്നറിയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ടിപ്സൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. ടിപ്സ് മാത്രമല്ല കേട്ടോ, കുക്കിംഗ് റെസിപ്പീസും ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ എന്താണ് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറില്ല, ഇടയ്ക്കൊന്ന് പറഞ്ഞു പോവാണ്, ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എനിക്ക് ചിറ്റ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. അത് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു കേട്ടോ. അത് ചെയ്തിട്ട് 1-2 പേര് കമന്റ് ചെയ്തിരുന്നു, ചേച്ചി നന്നായിട്ടുണ്ട് ആ ടിപ്പ് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ടിപ്സിന്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ ടിപ്പ് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സവോള മുറിക്കുമ്പോൾ നമ്മളെല്ലാവരും കരയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ സവോള മുറിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രീസറിൽ എടുത്ത് വയ്ക്കും സവോള തൊലി കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ചില സമയത്ത് സവോള ഫ്രീസറിൽ വെക്കാറുണ്ട്. ഞാൻ ചെയ്തിരുന്നത് സവോള ഫ്രീസറിൽ വെക്കാണ്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് മുറിക്കാണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ മറന്നു. ഒരു 10 മിനിറ്റ് എന്നുള്ളത് അരമണിക്കൂറായി പോയിട്ടുണ്ടെങ്കിൽ സവോള ഐസായി പോകും. പിന്നെ അത് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു ദിവസം ചിറ്റ കണ്ടപ്പോഴാണ് ചിറ്റൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സവോള നേരെ മുറിച്ച് തൊലി പോലും കളയണ്ട, 2ആയിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. ഒട്ടും തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ. അപ്പോൾ ആ ടിപ്പാണ് ഞാൻ അന്ന് വ്ളോഗിൽ പറഞ്ഞിരുന്നത്. അത് ചെയ്ത ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ തൊലി കളയാനുള്ള ബുദ്ധിമുട്ടും ഇല്ല. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കണ്ണ് നീറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പതിവ് പോലെ നമ്മുടെ അടുത്ത കുക്കിംഗ് റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.